ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ചിക്കൻ കറി വയ്ക്കല്ലേ. ചിക്കനും ബീഫും വെക്കാണ് ഗൈസ്. ചിക്കൻ കറി അടുപ്പ് വെച്ച് ഇത് ബീഫ് അരിഞ്ഞ് വെച്ചേക്കാണ്, മുറുക്കി അരിഞ്ഞ് വെച്ചേക്കാണ് ഗൈസ്. അപ്പോഴത്തേക്കും നമുക്ക് അകത്തോട്ട് പോവാം ബാക്കിയുള്ള കാര്യത്തേക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. ഉമ്മച്ചിയാണ് വയ്ക്കണം ഗൈസ്. ഇത് അടക്കിയാണ് ഗൈസ്. ഇനി നമുക്ക് ഗൈസ് ഇത് ചൂടുവെള്ളമാണ്. ഇത് തക്കാളിയും പിന്നെ സവാളയും വെച്ച് അരിഞ്ഞ് വെച്ചിട്ടാണ്. തക്കാളി അരിഞ്ഞില്ല, ഇതൊക്കെ അരിഞ്ഞു. കണ്ടോ, ഇത് ചിക്കൻ കറിയിൽ ഇട്ടാണ് സാധനങ്ങൾ അരിഞ്ഞിട്ടിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ വീടും പരിസരവും ഒക്കെയാണ് ഗൈസ് ഇത്. ഇത് അങ്ങോട്ട് വെളിയിലോട്ട് പോകണം. ഇവിടെ അത്ര വീടും പരിസരത്തൊക്കെ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങോട്ട് സൂം ചെയ്ത് നോക്കിയാൽ കുരങ്ങന്മാരെയൊക്കെ കാണാം ഗൈസ്. അപ്പം സൂം ചെയ്യാനുള്ള സമയമല്ല. പിന്നെ മുകളിലോട്ട് ഇങ്ങനെ 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 നോക്കിയാലേ, കുറച്ച് താഴ്ത്തിയാലേ അങ്ങോട്ട് ഷെഡൊക്കെ ഇട്ടേക്കേണ്ട മുകളിലില്ലേ, അവിടെ ആയിരിക്കും ചുമ്മാ ഒരു കട കാണാൻ പറ്റും ഗൈസ്. പിന്നെ ഗൈസ് അകത്തോട്ട് പോവാം ഗൈസ്. ഇതാണ് ഗൈസ് TV. ഇവിടെ ഇരുന്ന് ബൾബൊക്കെ ഒരുമാറ്റി. പിന്നെ ഗൈസ് ഇതാണ് മീനുകൾ ഗിപ്പിയാണ്. നമ്മളിപ്പം കൂടുതൽ സാധനങ്ങൾ വേണ്ട. ഇതിൻ്റെ വെള്ളം കളയണമെങ്കിൽ ഇത് ചത്തുപോകും. കണ്ടോ, എന്തൊക്കെ കണ്ടിട്ടില്ല നോക്കുക ഗേസ്. ഇതാണ് എൻ്റെ അനിയൻ. ഗേസ് ഇതാണ് നമ്മുടെ പൂച്ച ഇവിടെ കാവൽ നിൽക്കുകയാണ്. കണ്ടോ ഗേസ്, നമ്മുടെ ചിക്കനൊക്കെ ഇതാണ്ട് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞാണ് ഗേസ്. എൻ്റെ പൂച്ച കണ്ട, ചുണ്ടൊരു പൂച്ചയാണ് ഈ പൂച്ച. ചുണ്ടൊരു പൂച്ച ഗേസ്. ഇതാണ് ഞങ്ങളുടെ ഡെർസിൻ്റെ ഉണ്ട് ഗേസ്. നമ്മളെ വീടൊക്കെ ഇത് പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറ്റുന്നത്ര അതിലുണ്ടെങ്കിൽ അത് നമുക്ക് അയച്ചു തരിക ഗേസ്. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ഗേസ്, നമ്മളെ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നവർക്ക് നമ്മൾ എന്തായാലും ഒരു സാധനം കൊടുക്കും. നാളെ എല്ലാവർക്കും എന്താണ്ട് സ്കൂൾ തുറക്കല്. അപ്പോഴത്തേക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എന്നേ പറയാവുള്ളൂ ഗൈസ്. എനിക്ക് ഉണ്ട് സ്കൂൾ തുറക്കാൻ, പക്ഷേ ഞാനാണെങ്കിൽ എനിക്ക് ജൂൺ 5-ാം തീയതിയാണ് തുറക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പതുക്കെ പോയാലും അതൊരു കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, എൻ്റെ അനിയനൊക്കെ നാളെയും തുറക്കണം. ജൂൺ 1-ാം തീയതിയാണ് തുറക്കണം. എനിക്ക് ജൂൺ 5-ാം തീയതി. അപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ ജൂൺ 4-ാം തീയതിയാണ് നാളെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഗൈസ്, ഇവിടെ മഴയും ഇരുട്ടൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ. കണ്ടു ഗൈസ്, കുരങ്ങന്മാരൊക്കെ അങ്ങോട്ട് നിന്ന് കളിക്കാൻ. പക്ഷെ ഇങ്ങോട്ടൊന്നും വരുള്ളൂ ഗൈസ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നു, പക്ഷെ ഇപ്പോഴൊന്നും വരില്ല ഗൈസ്.
ഈ കുരങ്ങന്മാർക്കൊക്കെ എന്തിൻ്റെ അസുഖമെന്നൊന്ന് അഴിഞ്ഞു. അയ്യ ഗൈസ്, നമ്മളിവിടെ മാത്രം വരൂല ഗൈസ് കുരങ്ങ. പിന്നെ എന്താ വിശേഷം? പെരുന്നാളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തോ? ഗൈസ്, നിങ്ങൾക്ക് വീടാണോ അതോ റിസോർട്ടാണോ ഇഷ്ടമാണ് നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം അത് റിസോർട്ടിലാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അങ്ങനെയൊക്കെ ആ റിസോർട്ടൊക്കെ പോയി എൻജോയ് ഒക്കെ ചെയ്യാം. പക്ഷേ എനിക്കിഷ്ടം നാടാണ്. എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൻപുറമാണ് ഇഷ്ടം. നാട്ടിൻപുറത്തിൽ നെല്ലിക്കൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. ഓക്കെ, ബൈ ബൈ.